Hi all, welcome back to our channel R2's Taste and Passion. അപ്പോൾ ഇന്ന് നമ്മൾ തമ്പനയിൽ കണ്ട പോലത്തെ നല്ല അടിപൊളി ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് ഈ മെറ്റീരിയലിനെ പറ്റി പറയാം. ഇതൊരു ഡുബൈൻ സിൽക്ക് എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. കുറച്ച് ഷൈനിങ് ഉള്ള ടൈപ്പ് ഓഫ് ഒരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ സാധാരണ യൂട്യൂബിൽ വീഡിയോസൊക്കെ കാണുമ്പോൾ ചില മെറ്റീരിയൽ കാണുമ്പോൾ അത് എന്ത് മെറ്റീരിയലാണെന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു എന്ന് വിചാരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ അറിയാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു നന്നായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ മെറ്റീരിയലും കൂടെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ബ്ലൗസിൻ മെറ്റീരിയലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സെയിം വർക്ക് തന്നെ നമുക്ക് ഡ്രസ്സിലോ സാരിയിലൊക്കെ ചെയ്യാം. സാരിയുടെ മുന്താണിയിലൊക്കെ ഡിസൈൻ ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഞാൻ വേറെ ആയിട്ട് വീഡിയോ ഞാൻ ചെയ്യാം, മുന്താണി ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് നമ്മളുടെ ഡ്രസ്സ് നമ്മളൊരു ഫ്രെയിമിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി വീഡിയോ ഷൂട്ട് ചെയ്തായിരുന്നു, പക്ഷെ റെക്കോർഡ് ആയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും അത് പറിച്ചെടുത്ത് കാണിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സെൻട്രലായിട്ട് ഒരു മിറർ വെച്ച് കൊടുത്തു. ഇത് നമുക്ക് ഏത് പ്ലാസ്റ്റിക് മിററോ അല്ലെങ്കിൽ ഗ്ലാസ് മിററോ ഏതാണെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതുപോലെ സെൻട്രൽ വെച്ച് കൊടുത്ത് അതേപോലെ തന്നെ നമ്മൾ സൈഡിൽ ഇതുപോലത്തെ സ്ക്വയർ മിറേഴ്സാണ് വെക്കുന്നത്. അതിങ്ങനെ ഡയമണ്ട് ഷേപ്പിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, ഇത് സ്ക്വയർ മിറേഴ്സ് നമുക്ക് ഇഷ്ടംപോലെ ഷോപ്പുകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഡയമണ്ട് ഷേപ്പ് തന്നെയുള്ള മിറേഴ്സ് ആയാലും മേടിക്കാൻ കിട്ടും. അപ്പോൾ അതും ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒരു ഫാബ്രിക് ഗ്ലൂ അപ്ലൈ ചെയ്യുക, അതിൻ്റെ മുകളിൽ ഈ മിറേഴ്സ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊരു ഫുൾ ആ റൗണ്ട് മിറർ ഉണ്ടല്ലോ അതിൻ്റെ ചുറ്റുമായിട്ട് വെച്ച് കൊടുക്കുക. അത് മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ വെച്ച് വരുമ്പോൾ കിട്ടുന്ന ഒരു ഷേപ്പ് ഫുൾ റൗണ്ട് കവർ ചെയ്യണം ആ റൗണ്ടിനെ, അത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിത് ഫുൾ റൗണ്ടിൽ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എങ്ങനെയാണെന്ന്. ഇപ്പോൾ നമ്മൾ ഫുൾ റൗണ്ടിൽ ആ മിറേഴ്സ് ഡയമണ്ട് ഷേപ്പിൽ നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ലിക്വിഡ് എംബ്രോയിഡറി കോൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഷോപ്പുകളിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഈ ലിക്വിഡ് എംബ്രോയിഡറി കോൺ നമ്മളെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് കാണിക്കാം. അത് ജസ്റ്റ് നമ്മൾ എടുത്തിട്ട് ആ ട്യൂബ് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ലിക്വിഡ് എംബ്രോയിഡറി വരും. അപ്പോൾ അത് ഫസ്റ്റ് നമ്മൾ ആ റൗണ്ട് മിററിനെയാണ് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ലിക്വിഡ് എംബ്രോയിഡറി യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു എംബോസിങ് ഇഫക്റ്റ് കിട്ടും. അത് ശരിക്കും നമ്മൾക്ക് അത് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മളൊരു എംബ്രോയിഡറി ചെയ്ത ഒരു ഫിനിഷിംഗ് ആണ് നമുക്ക് നോക്കുമ്പോൾ തോന്നുക. പെട്ടെന്ന് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഈ ലിക്വിഡ് എംബ്രോയിഡറി ലിക്വിഡ് എംബ്രോയിഡറി എന്ന് പറഞ്ഞാൽ ഈ ഒരു മീഡിയം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും കേട്ടോ. 15 റുപ്പീസോ മറ്റോ ഉള്ളോ ഈ ഒരു കോണിന്. പല ഡിഫറെൻറ്റ് കളേഴ്സിൽ മേടിക്കാൻ കിട്ടും. ഞാനിപ്പോൾ ഒരു സിൽവർ കളറാണ് കേട്ടോ മേടിച്ചിട്ട് ചെയ്യുന്നത്. ഇതെനിക്ക് വൈറ്റ് പോലെ തോന്നുന്നു അല്ലേ. അത് ഒരു സിൽവർ ഫിനിഷിംഗ് ഉള്ളൊരു കളറാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കൊടുക്കുക റൗണ്ടായിട്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ ആദ്യം തന്നെ നമ്മളുടെ ആ റൗണ്ട് മിററിനെ നമ്മൾ കൊടുക്കുക. പിന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഡയമണ്ട് ഷേപ്പ് ഉണ്ടല്ലോ അതിനെയും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഷേപ്പ് ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ലിക്വിഡ് എംബ്രോയിഡറി ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് ആ നമ്മൾ വെച്ച് മിററിനോട് ചേർത്തി നമ്മൾ കൊടുക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് ആ ഒരു എംബ്രോയിഡറിയുടെ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടുള്ളൂ. മിററും ക്ലോത്തും തമ്മിലുള്ള ആ ഒരു ഫിനിഷിംഗ് ആയിട്ട് ചെയ്യണം. ഇതൊരു ശരിക്കും ഗ്ലൂ പോലത്തെ ഒരു ഫിനിഷിങ്ങും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലിക്വിഡ് എംബ്രോയിഡറി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മിറർ ഒന്നും കൂടെ സ്റ്റിക്ക് ആവാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാത്തിനും ചെയ്തു കൊടുക്കണം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ കോൺ മേടിക്കാൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ലിക്വിഡ് എംബ്രോയിഡറി കോൺ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയയും കൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് കിട്ടാത്തവർക്ക് കേട്ടോ, നമ്മുടെ ഫാബ്രിക് പെയിന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതും ഒരു സിൽവർ ആണ്, പേൾ മെറ്റാലിക് ഫിനിഷുള്ള ഒരു സിൽവർ കളറിലുള്ള ഫാബ്രിക് പെയിന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ സാധാരണ നമ്മളുടെ പെയിന്റ് ബ്രഷിൽ എടുത്തിട്ട് കുറച്ച് തിക്കായിട്ട് കൊടുക്കുക ഈ മിററിന്റെ ചുറ്റും. ഓക്കെ, അപ്പോൾ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത്, ഫാബ്രിക് പെയിന്റ് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ മിററിനോട് കുറച്ച് കൂടുതൽ മിററിലും വരണ വിധത്തിൽ വേണം ചെയ്യാനായിട്ട്. അതായത് മിററും ക്ലോത്തിലും രണ്ടിലും ഹാഫായിട്ട് വരുന്ന വിധത്തിൽ ചെയ്യണം. കുറച്ച് തിക്കായിട്ട് ഇട്ട് കൊടുക്കണം. അധികം ലിക്വിഡ് ഫോമിൽ ചെയ്യാതിരിക്കുക. നോർമലി നമ്മൾ ഫാബ്രിക് പെയിന്റ് ചെയ്യുമ്പോൾ വെള്ളമൊട്ട ബ്രഷൊക്കെ ആയിട്ട് യൂസ് ചെയ്യും. അങ്ങനെ ചെയ്യാതെ കുറച്ച് തിക്കിൽ കൊടുക്കണം. എന്നാലാണ് ആ ഒരു എംബ്രോയിഡറി ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എംബ്രോയിഡറി ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ലിക്വിഡ് എംബ്രോയിഡറി കോൺ മേടിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിരിക്കും കേട്ടോ. പിൻ കേസ് അങ്ങനെ ഇല്ലാത്തവരും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്താൽ മതി. ഫാബ്രിക് പെയിന്റ് എല്ലായിടത്തും മേടിക്കാൻ കിട്ടും, എല്ലാ ഷോപ്പിലും കേട്ടോ. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഇതുപോലെ നമുക്ക് ഫുൾ റൗണ്ടായിട്ട് എല്ലാത്തിനും കവർ ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. റെക്ടാങ്കിളിനെ ഡയമണ്ടിനെ ഡയമണ്ട് ഷേപ്പിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. റൗണ്ടിനെ നമ്മൾ റൗണ്ടിൽ കവർ ചെയ്ത് കൊടുത്തു, മിറേഴ്സിനെ ഇല്ലാതെ. ഓക്കെ, അപ്പോൾ ഇതിൽ കളേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള ഏത് കളേഴ്സ്, നമ്മുടെ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള ഏത് കളേഴ്സും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഫുൾ ഫിനിഷ് ചെയ്തതിന് ശേഷം അടുത്തൊരു ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതും കൂടെ നോക്കാം. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒരു ഡിസൈൻ കൊടുക്കുകയാണ്. ഒരു ഡ്രോപ്പ് പോലെ ഇങ്ങനെ ഇടും, എന്നിട്ട് അതിനെ താഴത്തോട്ട് വലിച്ചു കൊടുക്കാം. അത്ര മാത്രമേ ഉള്ളൂ. ഇതേ കോണിലും അതുപോലെ തന്നെ ഫാബ്രിക് പെയിന്റ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും കൂടെ കാണിച്ചു തരാം. ഫാബ്രിക് പെയിന്റ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ സെയിം മെത്തേഡ് തന്നെ ഇങ്ങനെ കുറച്ചധികമായിട്ട് ഇങ്ങനെ ബ്രഷിലെടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കും. എന്നിട്ട് ആ ബ്രഷ് പതുക്കെ താഴത്തോട്ട് വലിച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡയമണ്ട് ഷേപ്പിൽ നമ്മൾ മിറർ വെച്ചല്ലോ, അവിടെ ഒരെണ്ണവും പിന്നെ ആ മിററിൻ്റെ ഗ്യാപ്പുകൾ വരുന്നിടത്ത് ഇതുപോലെ ഒരു മൂന്ന് ഇതായിട്ടുള്ള ഒരു ഷേപ്പാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഷേപ്പൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഷേപ്പിനൊന്നും ഒരു പ്രശ്നമില്ല, നമ്മളെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണെന്ന് മാത്രം. അതായത് ഡയമണ്ട് ഷേപ്പ് വരുന്നിടത്ത് ഒരു ഇതുപോലെ, മറ്റോടത്ത് അതേപോലെ സെയിം ഇതിൽ 3 എണ്ണം വരുന്ന വിധത്തിലും ചെയ്യാം. എന്നിട്ട് ഇത് ഫുൾ റൗണ്ട് കവർ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഫുൾ റൗണ്ട് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ലുക്ക് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ അതായത് ഓൾമോസ്റ്റ് നമ്മൾ ഫിനിഷ് ആയി കഴിഞ്ഞു. നമ്മളുടെ വർക്ക് കണ്ടോ, അപ്പോൾ ഇതുപോലെയാണ് ഇരിക്കുക. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ, ഒരു പ്രശ്നമില്ല. ഏത് കളേഴ്സ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, എല്ലാം ചെയ്യാം. അതുപോലെ ഷേപ്പുകൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ലിക്വിഡ് എംബ്രോയിഡറി കിട്ടുകയാണെങ്കിൽ മാക്സിമം അത് ട്രൈ ചെയ്യുക. അതില്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഫാബ്രിക് പെയിൻറ് യൂസ് ചെയ്യാം. ഫാബ്രിക് പെയിൻറ് എംബോസ് ചെയ്ത് വരാനായിട്ട് ഒരു പഫി മീഡിയം എന്ന് പറഞ്ഞ ഒരു മീഡിയം കിട്ടും. അത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ എംബോസ് ചെയ്ത് വരും. അത് വേറൊരു വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് ഉണങ്ങണം. 24 hours ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. ബാക്ക് സൈഡ് ഇട്ട് അയൺ ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് ഉറച്ചിരുന്നോളും, ഒരു പ്രശ്നമില്ലായിരിക്കും. ഒരു പ്രശ്നമില്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മെഷീൻ വാഷ് ഒന്നും ചെയ്യാതെ നമ്മൾ നോർമൽ ഹാൻഡ് വാഷ് ചെയ്യില്ലേ, അതുപോലെ ഹാൻഡ് വാഷ് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് ഈ ഡ്രസ്സ് നന്നായിട്ട് ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി ഞാനിത് ബ്ലൗസ് ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഡ്രസ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തെ ഫൈനൽ ലുക്കാണിത്. ഫുൾ ഓവർ ബോഡി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് സാരിയിൽ ചെയ്യാം, അതുപോലെ തന്നെ ഡ്രസ്സിൽ ചെയ്യാം, ഒക്കെ ചെയ്യാം. ഇഷ്ടമുള്ള പോലത്തെ ഡിസൈൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരും വരേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.